അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷം. വീട്ടിൽ നിന്നും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ദാ അവളുടെ വീട്ടിലെത്തി. ഇത് മറ്റേ മസാല ഇത് ഗ്രില്ലടിച്ച് കഴിയുമ്പോഴേക്കും തേക്കാനുള്ള മസാല, പിന്നെ വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റ് കേക്ക്, പിന്നെ അപ്പുറത്തെ കാലിപ്പാത്താണ് കേട്ടോ. അവൾ കാസറോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നാണ് ദാ മസാല പുരട്ടി വെച്ചിരിക്കുന്നത് ചിക്കൻ. പിന്നീട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയയും റെഡി ആയിട്ടുണ്ട്. താഴെ കരി വെച്ചിട്ട് മുകളിൽ ഗ്രില്ല് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കത്തിക്കുന്നു. ചേട്ടൻ ഇവിടെ കത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 3-4 പേര് ചെന്നിട്ടാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. ആ തണുപ്പത്ത് ഞങ്ങൾ ന്യൂ ഇയർ ഇത്തവണ അടിച്ച് പൊളിക്കും. അങ്ങനെ ഇതാ കത്തിച്ചൊക്കെ തുടങ്ങി. ഇനി അതിന് പുറത്തത് കത്തി ഒന്ന് കനലായതിന് ശേഷം അതിന് പുറത്തോട്ട് ചിക്കൻ അങ്ങ് വിതറിയാൽ മതി. കനലൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഗ്രില്ലിന് പുറത്തോട്ട് ഈ ചിക്കൻ എല്ലാം വെച്ചിട്ട് ഒരു സൈഡ് മുറിഞ്ഞ് കഴിയുമ്പം തിരിച്ചിടും. പിന്നെ അതിന് പുറത്ത് മസാല സോസ് തേച്ച് പിടിപ്പിക്കും. ഞങ്ങൾ മൊത്തം 8 കിലോ ചിക്കനാണ് വാങ്ങിച്ചത്. രാവിലെ വാങ്ങിച്ച് മസാല പുരട്ടി വെച്ച് ഏകദേശം രാത്രി 8 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതവിടെ നടക്കട്ടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ താഴത്തോട്ട് പോകുന്നു. ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. ദാ ഒന്ന് മുകളിലോട്ട് കയറി വന്നപ്പോൾ ദാ ചിക്കൻ ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി കേട്ടോ, കുഴപ്പമില്ല, കൊള്ളാം. എന്തായാലും ഫ്ലോപ്പൊന്നും ആയിട്ടില്ല, നല്ലതായിരുന്നു. പിന്നെ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മസാല സോസ് തേച്ച് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത്. മസാല സോസ് തേച്ച് 2 സൈഡും നന്നായിട്ട് തേച്ച് വയ്ക്കും. ഫുഡെല്ലാം റെഡി ആയതിനു ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ആ ഹോളിൽ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ കേക്ക് മുറിച്ച്. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് കേക്ക് മുറിച്ച് എല്ലാവരും പിള്ളേരും കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. 12 മണിയായപ്പോൾ കേക്ക് മുറിക്കണ്ടേ, ന്യൂ ഇയർ കേക്ക് ഇല്ലാതെ എന്തൊരു ന്യൂ ഇയർ ആഘോഷം എന്ന് വിചാരിച്ചിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പങ്കിട്ട് ഹാപ്പി ന്യൂ ഇയർ വിഷസൊക്കെ പരസ്പരം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷം.